അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താജുൽ ഉലൂം മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. മുനാഫിഖിന്റെ മരണവും നബിയുടെ ഇൽമുൽ ഗൈബും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇന്ന് നാം സംസാരിക്കുന്നത്. ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ ഉദ്ധരിച്ച ഒരു സംഭവമാണ്, ഒരു ചരിത്രമാണ് ഇന്ന് ഇവിടെ ഈ വിഷയവുമായി സംസാരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും ബനുൽ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോരുന്ന വഴിയിൽ വെച്ചുകൊണ്ട് ഒരു വലിയ ശക്തമായ കാറ്റ് അടിച്ചു വീശുകയുണ്ടായി. കാറ്റ് നന്നായി അടിച്ചു വീശിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും കൂടെയുള്ളവരുടെയും വാഹനങ്ങൾ പല സ്ഥലത്തേക്കും ചിതറിയോടി. കാരണം അത്രയും നല്ല ശക്തമായ കാറ്റായിരുന്നു ഉണ്ടായിരുന്നത്. നബി തങ്ങളുടെ വാഹനത്തിനെയും കാണാതെയായി, മറ്റുള്ളവരുടെ വാഹനത്തിനെയും കാണാതെയായി പോയി. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞിരുന്നു, മദീനയിൽ റിഫാഅത്ത് എന്ന പേരുള്ള ഒരു മുനാഫിഖ് മരണപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത പറഞ്ഞു. ഇത് രണ്ടും കൂടി ആയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ ഒരു മുനാഫിഖിന്റെ മരണത്തിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, എന്റെ ഒട്ടകം എവിടെ പോയി? ശക്തമായ കാറ്റടിച്ചല്ലോ, വാഹനത്തിനെ കാണാതെയായി. ഈ വാഹനം എവിടെയാണ്? സഞ്ചരിക്കണ്ടേ? തുടർന്ന് സഞ്ചരിക്കേണ്ടതാണല്ലോ, മദീനയിലേക്ക് എത്തേണ്ടതാണ്. ആ സമയത്ത് സഹാബത്തിനോട് വാഹനം എവിടെയെന്ന് നോക്കി കണ്ടുപിടിച്ച് കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ കൂടെയുണ്ടായിരുന്ന ചില കപട വിശ്വാസികൾ നബി തങ്ങളെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി തയ്യാറായി. എന്താ കാരണം എന്നറിയോ? നബി തങ്ങൾ മദീനയിൽ ഒരു മുനാഫിക്ക് മരണപ്പെട്ടു എന്ന് ഇവിടെ നിന്ന് പറഞ്ഞല്ലോ, അതേ നബി തന്റെ വാഹനം എവിടെ കാണാതെയായി പോയി, അത് മറ്റുള്ളവരെ കണ്ടുപിടിക്കാൻ വേണ്ടി ഏൽപ്പിച്ചല്ലോ. മദീനയിൽ മരണപ്പെട്ടൊരു വ്യക്തിയെ കുറിച്ച് ഇവിടുന്ന് പറയാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് സ്വന്തം വാഹനം പോയത് എവിടെ എന്ന് അറിയാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അലാ തഅജബൂന മിൻ ഹാദർ റജുൽ, കപടവിശ്വാസികളായ ആളുകൾ അങ്ങനെയാണ് പറഞ്ഞത്. നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ലേ? യുഖ്ബിറു അൻ മൗത്തി റജുലിൻ, മദീനയിൽ ഒരാൾ മരിച്ച കാര്യം പറയുന്നു, പക്ഷേ നബി തങ്ങളുടെ വാഹനം എവിടെ പോയി എന്ന് നബി തങ്ങൾ അത് പറയുന്നില്ല. അത് സഹാബത്തിനോട് അന്വേഷിക്കാനാ പറഞ്ഞത്. അത്ഭുതം തോന്നുന്നില്ലേ നബി തങ്ങളെ കുറിച്ച് ആ രൂപത്തിൽ അവിടെ കപടവിശ്വാസികൾ സംസാരിച്ചപ്പോ? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞു, കേട്ടു, മനസ്സിലായി. അപ്പൊ നബി തങ്ങൾ എന്താ ചെയ്തത്? സഹാബത്തിനെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തിനെതിരാണ് അവിടെ സംസാരിച്ചത് കപടവിശ്വാസികൾ. അപ്പൊ അതിനെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി, എന്താണ് സംഭവം എന്ന് ജനങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി സഹാബത്തിനൊക്കെ നബി തങ്ങൾ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, എന്റെ വാഹനം എന്റെ വാഹനം ആ കാണുന്ന മലഞ്ചരുവിൽ ഒരു വൃക്ഷത്തോട് ആ വാഹനത്തിന്റെ കയർ ബന്ധിക്കപ്പെട്ടുകൊണ്ട് കിടക്കുന്നുണ്ട്, നിങ്ങൾ അത് കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. സഹാബത്ത് അവിടെ പോയി നോക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ നബി തങ്ങളുടെ വാഹനം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇൽമുൽ ഗൈബ് അറിയാൻ കഴിയും എന്നതിലേക്ക് ഈ ചരിത്ര സംഭവം സൂചിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ കപടവിശ്വാസികൾ സംസാരിച്ചപ്പോ അവർ പറയുന്നതല്ല ശരി എന്ന് സമൂഹത്തെ, ജനങ്ങളെ സമുദ്ധരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പറഞ്ഞുകൊടുത്തു എന്നത് ഈ ചരിത്ര സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇൽമുൽ ഗൈബ്, അദർശജ്ഞാനം അറിയുക എന്നത് മഹാന്മാരായ അമ്പിയാക്കൾക്കും ഔലിയാക്കന്മാർക്കും അള്ളാഹു കൊടുക്കുന്ന പ്രത്യേകമായ ഒരു കഴിവാണത്. ആ കഴിവ് അല്ലാഹു തആല ഇവർക്ക് കൊടുക്കുമ്പോൾ ഇവരുടെ സ്വന്തം കഴിവല്ല,
സ്വന്തം കഴിവുള്ളത് അന്നൽ ഖുവ്വത്ത ലില്ലാഹി ജമിയ. സ്വന്തം കഴിവുള്ളത് ആർക്ക് മാത്രമേ ഉള്ളൂ? അത് അള്ളാഹുവിനാണ്. അള്ളാഹു അല്ലാത്ത ഒരാൾക്കും സ്വന്തമായി കഴിവില്ല. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്. അപ്പൊ അല്ലാഹു തആല കൊടുക്കുന്ന കഴിവാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പൊ ഈ ചരിത്രത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇൽമുൽ ഗൈബ് ഉണ്ട് എന്നത് വളരെ സമർത്ഥിക്കാൻ, വളരെ സത്യസന്ധമായി സമർത്ഥിക്കുവാൻ കഴിയും എന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇത് ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ ഈ ചരിത്ര സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. അള്ളാഹു സത്യം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.